ചാവി എടുത്തില്ലേ? ഓക്കെ അല്ലേ? ഡോറിന്റെ ചാവി എടുത്തില്ലേ? ഞാൻ മാത്രം ചാവി എടുക്കുക. എന്തോ ഒരു കാശ് സ്ഥലത്തേക്ക് പോകുമ്പോ ബിഗ് ബോസിലേക്ക് പോകുന്ന അക്ബർ ഖാൻ വീട് വിട്ട് പിരിയുന്ന രംഗമാണ്. എല്ലാവരോടും പറയാനുള്ളത് വീട് നല്ല രീതിയിൽ കൊണ്ടു നടക്കണം കേട്ടോ. അല്ല, ഞാൻ പറയാനുള്ളത് പറയാ. ഈ സൈഡും ആ കാണുന്ന പുല്ലും അതൊക്കെ കാര്യങ്ങൾ വൃത്തിയാക്കിക്കോ. ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇറങ്ങ. പിന്നെ എന്തൊരു കഷ്ടാത്. മൂന്ന് ദിവസം കഴിഞ്ഞ് വിന്നറായി വന്നതിന്റെ ശേഷം കൂട്ടാൻ പറ്റുള്ളൂ. തുറക്കാൻ പറ്റുള്ളൂ. കൂട്ടം ജനങ്ങളാണ് അക്ബറിന് വേണ്ടി ഒരു പണിയെടുക്കാതെ നടക്കുന്നത്. ഞാൻ കൊണ്ടുപോട്ടെ. പിന്നെ എല്ലാരും കൂടി ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റൂട്ടാ. ഞാൻ കൊണ്ടുവന്നത് പിള്ളേന്ന്. കാരണം നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം പിള്ളേട്ട് എവിടേക്ക് ഞാൻ പോയിട്ടില്ല എന്നുള്ള പരാതിയാണ്. അപ്പൊ ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകുന്നത് ചെന്നൈക്ക്. സന്തോഷായില്ലേ? ഏഷ്യാനെറ്റിന്റെ ചെലവിൽ ചെന്നൈയിലോട്ട്. മരിച്ച വീട്ടിൽ പോണവര് പോലെ എന്തേലൊക്കെ പറയും. ഒരുമാതിരി ഒരു നമ്മളെ ഇത്രയും കാര്യമില്ലാത്തൊരു ഒരു ചെറിയ ടെൻഷൻ, വേറൊരു മൂഡ്. നമ്മൾ എത്രയോ പ്രോഗ്രാംസ്, എത്രയോ വലിയ വലിയ ഷോസ് ചെയ്തിട്ട് 10,000 മുമ്പിൽ നമ്മൾ നിന്ന് പാടിക്കുന്നത്. പക്ഷെ എത്രയോ ചാനലിൽ തന്നെ ഈ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്തൊരു അറിഞ്ഞുകൊണ്ട് കുളത്തിൽ ചാടുന്ന പോലെ തല കൊണ്ട് വെക്കണ ഒരു ഫീല് നിസാമുദ്ദീന്. അതെ, നല്ല സീനൊന്നല്ല. സ്റ്റാർട്ടിങ് ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, പിന്നെ ശീലായിക്കോളൂ. ആ പ്രശ്നം ശീലായിക്കോളൂ. എന്തായാലും പ്രേക്ഷകരോട് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അക്ബർ കൺഫെഷൻ റൂമിൽ വന്നു പ്രേക്ഷകരോട് കാണാനുള്ളത്, ഇപ്പൊ പറയാനുള്ളത്, അഥവാ ഞാൻ ബോറാവുകയാണെങ്കിൽ അതിൽ കാണുന്ന ഞാനല്ല ഞാൻ. അഥവാ ഞാൻ നന്നായി കളിക്കണ്ടെങ്കിൽ അതാണ് ഞാൻ ജെനുവിനാണ്. പിന്നെ മനുഷ്യനുണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അത് ഞാൻ പറയാ, ഇപ്പൊ തന്നെ പറയാ. എടാ, ഇത് ഈ എപ്പിസോഡ് നല്ല രീതിയിൽ വൈറലാക്കിക്കോളൂട്ടാ. അതായത് വൈറലായിക്കോളൂ. എല്ലാവിധ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ദേഷ്യം, വികാരം, എല്ലാ പരിപാടി എനിക്കുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ പറയണത് പോലെ വൈഫ് ഇരിക്കുമ്പോ തന്നെ പറയാണ്. ചിലപ്പോ അങ്ങോട്ട് കൊണ്ടൊക്കെ ചെറിയ തോതിൽ ഫ്ലേർട്ടൊക്കെ ചെയ്തേക്കാം. അതൊക്കെ എന്റെ സ്ട്രാറ്റജിയാണ്. ഒന്നും കരുതരുത്, അതൊക്കെ എന്റെ സ്ട്രാറ്റജി കേട്ടോ. പിന്നെ പറയാനുള്ളത്, പിന്നെന്താ പറയാനുള്ളത്, ഒരു ദിവസം കഴിഞ്ഞ് വരുമ്പോ കുടുംബകലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ ചിലപ്പോ അതിനകത്ത് പലരും എന്നെ പ്രണയിക്കാനൊക്കെ നിക്കുമായിരിക്കും. അതൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, ഒന്നും അങ്ങനെ തള്ളിക്കളയില്ല. എല്ലാം ബിഗ് ബോസ് ആയിട്ട് മൈൻഡ് ചെയ്യണം. അതൊന്നും അങ്ങനെ ഞാൻ എന്ത് ചെയ്യില്ല, തള്ളിക്കളയില്ല. അങ്ങനെ അപ്പോ അങ്ങനെ നിൽക്കാനാണ് പ്ലാന്. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഏറ്റവും വലിയ രസം, ഇതുവരെ ഞാൻ അധികം സീസണൊന്നും അല്ലേ നമ്മൾ ഈ ഗ്യാങ്ങിലുള്ള ആരും കണ്ടിട്ടില്ല. ബിഗ് ബോസ് സീസണൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാൾ കളിക്കണ മാതിരി കളിക്കുക, അയാളുടെ ക്യാരക്ടർ പിടിക്കുക, ഈ പരിപാടിയൊന്നും എനിക്ക് അറിയുന്നില്ല. അപ്പൊ ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് നിക്കാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ സ്റ്റേജിൽ പാട്ടും ചെറിയും കണ്ടിട്ട് ആരും വരണ്ട. ഇയാൾക്കൊരു വൃത്തികെട്ട സൈഡ് ഉണ്ട്. അല്ലാതെ ഞാൻ പറയാ, ഒരുപാട് പേര് മെസ്സേജ് മറ്റേ ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോ തന്നെ എന്തിനാ അക്ബർ, എത്ര നല്ല സ്വഭാവം, ആ സ്വഭാവം അതൊക്കെ ഇപ്പം മാറും. കാരണം നമ്മൾ സ്റ്റേജിലും ഇപ്പൊ സ്റ്റാർ സിംഗറിന്റെ വേദിയിലാണെങ്കിലും സരിഗമപ്പ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും എന്റെ ഒരു നല്ല സൈഡാണ് അറിയാം.
അതായത് നല്ല സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആവുന്നതോ ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളത് കരയണത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ തഗ്ഗുകളും തമാശകളും പറയുന്നത് കണ്ടിട്ടുണ്ടാവും, പാടുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ഞാനുണ്ട്. അത് ഇവരാരും കണ്ടിട്ടില്ല. ഒരു വൃത്തികെട്ട ഞാൻ. അതെ, എനിക്ക് തന്നെ ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ചിലപ്പോ വരും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഒരാൾക്ക് ഇതാണ് ആദ്യം തന്നെ പറഞ്ഞത്, ആളുകൾക്കുള്ള മനുഷ്യന്മാർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഗുഡ് ആൻഡ് ബാഡ് തിങ്സ് ഒക്കെ എനിക്കുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അവൻ ഇങ്ങനെ ചൂടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല, ഇനി അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനൊന്നും വിചാരിച്ചേക്കരുത്. ഗെയിമാണ്, അതെല്ലാരും അതും വിചാരിക്കുക. വോട്ട് ചെയ്യാതിരിക്കരുത്, എല്ലാം എന്റെ സ്ട്രാറ്റജി. ഇപ്രാവശ്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇക്കാക്ക് എന്ത് തോന്നുന്നു? നമുക്ക് ആകെ കൂടിയിട്ടുള്ള അറിവ് പ്രഡിക്ഷൻ ലിസ്റ്റ്, ഞാൻ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ അത് കണ്ട് വെച്ചിട്ട് അതിനകത്ത് തന്നെ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മിക്കവാറും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും നല്ല കട്ടക്ക് നിൽക്കുന്ന മത്സരാർത്ഥികളാണ്, ആരും ഞാൻ ചെറുതാക്കല്ല. എല്ലാരും നല്ല കളിക്കാൻ കഴിവുള്ള, കാരണം ബിഗ് ബോസ് അവര് മണ്ടന്മാരൊന്നുമല്ലല്ലോ എന്നെ എടുത്തിട്ട് എന്റെ അപ്പുറത്തോട്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ ഹിറ്റ് ആവണം, അപ്പൊ അതിനനുസരിച്ചിട്ട് നല്ല കണ്ടസ്റ്റൻസിനായിരിക്കും അവർ എടുക്കുക. അപ്പൊ എല്ലാവരെയും നല്ല റെസ്പെക്ട് ഉണ്ട്, അവരെ നിരീക്ഷിച്ച് അവരിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുക അതൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കും. ഒരു കാര്യം പറയാം, വയസ്സോ പ്രായം അതേമാതിരി മറ്റേ പക്വത, ജെൻഡർ, ഈ വക പരിപാടിയൊന്നും ഞാൻ നോക്കൂല കേട്ടോ. കാരണം അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഞാൻ അവിടെ എങ്ങനെ, അതായത് ഓരോരുത്തരും നമ്മളടുത്ത് എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചായിരിക്കും ഞാൻ തിരിച്ച് പെരുമാറുക. അതല്ലാതെ അവൻ എന്നെക്കാൾ പ്രായത്തിന് മൂപ്പാണോ കുറവാണോ പെണ്ണാണോ ആണാണോ LGBTQ ആണോ ആ പരിപാടി അതൊന്നും ഞാൻ എന്റെ കൺസിഡറേ അല്ല. ഐഡിക്കലടാ